നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് നയനയെ കാണാൻ വന്നിട്ട് ദേവേനെയും അനിയൊക്കെ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് തിരികെ വീട്ടിലേക്ക് പോകുന്നത്. ഈ സമയത്ത് നന്ദുവിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലോ. ആ CI അയാളൊന്ന് കനിയുവാണെങ്കിൽ ഒരു പക്ഷേ നയനേച്ചയ്ക്ക് ജാമ്യം കിട്ടിയേനും, നയനേച്ചി പുറത്തിറക്കാൻ പറ്റിയേനും. പക്ഷെ അയാൾ ഒരിക്കലും അതിന് സമ്മതിക്കുന്ന പോലില്ല. അയാൾക്ക് ഇതിനകത്ത് നല്ല പങ്കുണ്ടെന്നുള്ള കാര്യം നന്ദുവിന് മനസ്സിലായി. പിന്നീട് നന്ദു നയനയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. നയനയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു, വേണ്ട നന്ദു, ഈ കുഴപ്പമൊന്നുമില്ല, നീ പോയിക്കോളാൻ പറഞ്ഞു. ശരിയാകത്തില്ല, ചേച്ചിയുടെ അടുത്ത് ഞാൻ തന്നെ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞോളാം, ചേച്ചി വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. നയന പറഞ്ഞു, വിഷമോ? എനിക്ക് ഒരു വിഷമമില്ല. പിന്നെ നന്ദു ഒരു കാര്യമുണ്ട്, നമ്മുടെ ശത്രുക്കളുണ്ടല്ലോ, മൂർത്തി ജ്വല്ലറിയുടെ ശത്രുക്കള്, അവര് പ്രബലരാന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ആദർശേണ്ണെ ഗൾഫിലിട്ടൊന്ന് കൊടുക്കാൻ നോക്കി, ജയിലിലാക്കാൻ നോക്കി, അന്ന് നടന്നില്ല. പക്ഷെ അതിന് പ്രതികാരം എന്നോണമാന്നാ തോന്നുന്നേ ഇത്തവണ കൊടുക്കാൻ നോക്കിയത്. പക്ഷെ ആദർശേട്ടൻ കൃത്യസമയത്ത് രക്ഷപ്പെട്ടു. അത് തന്നെ ഒരു ഭാഗ്യം. ഇല്ലായിരുന്നെങ്കിലോ ആദർശേട്ടനെ എന്നെ കൂടെ കൊടുക്കാൻ ശ്രമിച്ചാന്ന് തോന്നേ. നന്ദു പറഞ്ഞു, അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആ CIക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അറിയാം നയനേച്ചി, പക്ഷെ അയാളെല്ലാം മറച്ചു വെക്കുക. അയാൾ പണം വാങ്ങിയിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അയാൾ ആർക്കോ വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുന്ന. നയന പറഞ്ഞു, അയാൾ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാലും നമ്മൾ തെറ്റ് ചെയ്യാത്രത്തോളം കാലം നമ്മൾ ആരെയും ഭയക്കേണ്ടതില്ല. അറിയാലോ, മൂർത്തി ജ്വല്ലറി ഇന്ന് വരെ നേരെ വാ നേരെ പോകുന്നുള്ള രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഒരു കള്ളക്കടത്ത് സ്വർണം പോലും കൊണ്ടുവന്നിട്ട് ഒന്നും അവിടെ പണിത് വെക്കുന്നൊന്നുമില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ആ CI അയാൾ മനഃപൂർവ്വം തകർക്കാൻ നോക്കുന്നതാന്നുള്ള കാര്യം അയാൾക്ക് നന്നായിട്ട് അറിയാം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, എന്നാലും നയനേച്ചി ഒരു ദിവസം ലോക്കപ്പിൽ കിടക്കാന്ന് പറഞ്ഞാൽ സാരമില്ല എന്ന് പറഞ്ഞു. പിന്നീട് നന്ദു നയനയ്ക്ക് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. നയനയ്ക്ക് വിശപ്പും ദാഹമൊന്നും ഉണ്ടായിരുന്നില്ല. ആദർശ് വീട്ടിലേക്ക് വന്നാലും ആദർശിന് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇന്നൊരു രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടണം. നാളെ കോടതി കേസ് വന്നു കഴിയുമ്പം നയനയ്ക്ക് ജാമ്യം കിട്ടുകയും ചെയ്യണം. ഒരു കാരണവശാലും ജാമ്യം കിട്ടാതിരിക്കരുത്. ജാമ്യം കൂടെ കിട്ടാതിരുന്ന് അവളെ എങ്ങനെ റിമാൻഡ് വിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും ആദർശിന് ഒരു ഊഹം ഉണ്ടായിരുന്നില്ല. ആദർശ് നവീനെ വിളിക്കുന്നുണ്ട്. നവീനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നവീൻ പറഞ്ഞു, ആദർശേട്ടാ പേടിക്കൊന്നും വേണ്ട, നാളത്തെ കാര്യമില്ലേ, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്തോളാം, ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞ് ആദർശിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് നരസിംഹ വക്കീല് നവീന്റെ അടുത്തേക്ക് വന്നു. പിന്നീട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നരസിംഹ വക്കീല് പറഞ്ഞു, ഏത് വിധേനെ നയനെ പുറത്തിറക്കണം. കാരണം ഇത് നമ്മുടെ ഒരു പ്രസ്റ്റേജിന്റെ വിഷയം തന്നെയാണ്. അല്ല, നിന്നെയും കൂടെ അല്ലേ CI വെല്ലു വിളിച്ചെന്ന് ചോദിച്ചു. അതെ, അയാൾ എന്നെയും കൂടെ ചേർന്ന വെല്ലു വിളിച്ചിരിക്കുന്നത് നാളെ കോടതിയിലേക്ക് വരാനായിട്ട്. അവിടെ വന്ന് വാദിച്ച് നയനേച്ച് ഇറക്കിക്കൊണ്ട് പോയിക്കൊള്ളാനാ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. സാരമില്ല, നാളത്തെ കാര്യമല്ലേ, നാളെ നിനക്ക് ജയിക്കാൻ പറ്റൂടാ മോനെ, നമുക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് കുറെ കാര്യങ്ങളൊക്കെ നരസിംഹ വക്കീൽ നവീനോട് പറയുന്നുണ്ട്. എന്നാലും നവീൻ അറിയണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം തെളിവുകളാണ് പ്രധാനം. കോടതി തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രമേ നയനെ പുറത്തെത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഇന്നത്തെ ഒരു രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർണായകരമായ ഒരു രാത്രിയാണ്. ഇന്നൊരു രാത്രിയോടെ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ നവീന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ആ സമയം അഭിയും ജലജയൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ലോട്ടറി അടിച്ച പോലെ ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അഭി ജലജയുടെ അടുത്തേന്ന് തൊട്ട് പറഞ്ഞു, അമ്മേ, ആദർശനെ ജയിലിലാക്കാനായിട്ട് മുമ്പ് നോക്കി, പക്ഷെ നടന്നില്ല. അതിന് പകരമായിട്ട് നയന. ജലജ പറഞ്ഞു, ഇപ്പോഴെനിക്ക് സന്തോഷമായത്, അവള് ഗർഭിണിയും കൂടെ അല്ലേ, ഇവിടെ എല്ലാവർക്കും ഭയങ്കര സങ്കടമാ. അഭി പറഞ്ഞു, അങ്ങനെ തന്നെ വേണം. ആദർശ് ജയിലിൽ പോയാൽ പോലും ഇത്ര സങ്കടം ഈ കുടുംബത്തിലുള്ളവർക്ക് കാണത്തില്ല. കാരണം ഈ നയന എന്ന് പറയുന്നത് പ്രഗ്നന്റും കൂടെ ആയതുകൊണ്ട് ഈ വീട്ടിലെല്ലാവർക്കും സങ്കടമാ. ജലജ പറഞ്ഞു, അതെ, നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോലും ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഏട്ടത്തി എങ്ങനെ കഴിക്കാനമ്മേ, അവൾക്കിനി ജാമ്യം കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ അവരുടെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞു. അതെ, നമുക്ക് സന്തോഷിക്കാനുള്ള വകയുടെ മോനെ കിട്ടിയിരിക്കുന്നേ, ഇനി പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കാന്ന് പറഞ്ഞു. പക്ഷെ നവ്യക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും കൂടപ്പുറപ്പല്ലേ, ഒരിക്കലും നയനെ അങ്ങനെ ചെയ്യത്തില്ല. നയനക്ക് അങ്ങനെ ചെയ്യാനും കഴിയില്ല. അവൾ ഒരിക്കലും കള്ളക്കടത്ത് സ്വർണ്ണമായിട്ട് പോകത്തുമില്ല. ഇതിന്റെ പിന്നെ എന്തൊക്കെയോ ഒരു ചതി ഉണ്ടെന്നുള്ള കാര്യം നവ്യക്കും മനസ്സിലായി. ഈ സമയത്ത് നവീൻ വക്കീല് ഉറങ്ങാതിരിക്കുകയാണ്. അങ്ങനെ ഉറങ്ങാതിരിക്കുന്ന സമയത്താണ് നവീൻ വക്കീലിന് ഒരു കോള് വരുന്നുണ്ട്. അത് നവ്യയുടെ കോളായിരുന്നു. നവ്യ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവീന് സന്തോഷമായി. കാരണം നാളെ എങ്ങനെ നയനെ പുറത്തെത്തിക്കുമെന്ന് ഓർത്ത് വിചാരിച്ചിരിക്കുന്ന സമയത്താണ്
നവീന് വേണ്ടുന്ന കുറച്ച് വിവരങ്ങളും കാര്യങ്ങളൊക്കെ നവ്യെ വിളിച്ചു കൊടുക്കുന്നത്. അത് കേട്ട് ഇനിയിപ്പോൾ സന്തോഷത്തോടെയാണ് നവീൻ ഇരിക്കുന്നത്. ഇനിയിപ്പം നാളെ നയനെ പുറത്തിറക്കാം എന്നൊരു ആത്മവിശ്വാസമൊക്കെ നവീൻ്റെ മനസ്സിലുണ്ടായി. അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ദേവേനിക്കൊക്കെ. കാരണം തൻ്റെ മൊഴിമോള ലോക്കപ്പിൽ കിടക്കുന്നത് എങ്ങനെ കിടന്നുറങ്ങാനാ പാപം. അവിടെ ഗർഭിണി ആയപ്പോൾ തൊട്ട് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ജയനോട് തൻ്റെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ജയൻ മാക്സിമം സമാധാനിപ്പിക്കുന്നുണ്ട്. നാളെയാട്ടെ ദേവേനി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞു. എന്നാലും ജയേട്ടാ ടെൻഷൻ അടിക്കാതിരിക്കുക, നാളെ ഉറപ്പായിട്ടും നവീൻ ജാമ്യം മേടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ആദർശ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നയനുണ്ടല്ലോ അവിടെ. രാത്രിയിൽ ആദർശ് ഒരുപോലെ കണ്ണുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു നയനയുടെ അവസ്ഥ. ലോക്കപ്പിലല്ലേ, നയനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നന്ദു വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് ആരും വരണ്ടെന്ന് പറഞ്ഞു. വന്നിട്ടും കാര്യമൊന്നുമില്ല, വെറുതെ വന്ന് അവിടെ നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രയോജനം ഇല്ല താനും. എല്ലാവരും പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നയനെ പുറത്തു വരണമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം നയനെ കോടതിയിലേക്ക് കൊണ്ടുവന്നതിന് മുമ്പ് ആദർശ് അങ്ങോട്ട് വന്നു. ആദർശിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സി ഐ അങ്ങോട്ട് ചെന്നു. എന്താ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിച്ചു. അല്ല നയന, ഓ നിങ്ങളുടെ ഭാര്യയാണല്ലോ അല്ലേ, അവളെ കോടതിയിലേക്ക് കൊണ്ടുവന്നോളൂ. അതിന് നിങ്ങൾ വന്ന് താലപ്പൊലി എന്തിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അതിന് നിങ്ങളെ കാറിലല്ലേ കൊണ്ടുവരാൻ പോന്നേ, പോലീസ് ജീപ്പിൽ അവളെ കൊണ്ടുവന്നേ. അവള് ഒരു പ്രതിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, സാറേ അങ്ങനൊന്നും പറയരുത്, എന്റെ ഭാര്യ തെറ്റൊന്നും ചെയ്യട്ടില്ലെന്ന് പറഞ്ഞു. അത് നിങ്ങൾ പറയുന്നേ, പക്ഷെ ഞങ്ങളുടെ കണ്ടില്ല അങ്ങനെയല്ല, അവളൊരു പ്രതിയാന്ന് പറഞ്ഞു. ആദർശന് നല്ല ദേഷ്യം വന്നു. അതെ നിങ്ങൾ പോകാൻ നോക്ക്, കോടതിയിലേക്ക് വന്നാൽ മതി, ഇവിടെ എന്ന് പറഞ്ഞ് ചുറ്റിക്കങ്ങണ്ടെന്ന് പറഞ്ഞു. എന്തേലും പറയാൻ പറ്റുമോ? അപ്പോഴേക്കും നന്ദു നയനയും കൊണ്ട് അങ്ങോട്ട് വരുവാണ്. നയനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദർശ് ഭയങ്കര സങ്കടമായി. ഒരു രാത്രി മൊത്തം തന്റെ ഭാര്യ പോലീസ് ലോക്കപ്പില് തന്റെ കുഞ്ഞിനെ വയറ്റി പേറിക്കൊണ്ട് അങ്ങനെ നയനയുടെ അടുത്തേക്ക് എന്നിട്ട് നയനയുടെ കയ്യിലേക്ക് പതുക്കെ പിടിക്കുകയാണ്. ഒരു ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട്, ഒരു സമാധാനം, പേടിക്കണ്ടെന്നുള്ള രീതിയിൽ. നയന പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല ആദർശേട്ടാ. ആദർശൻ ധൈര്യമായിട്ട് കോടതിയിലേക്ക് പോരാൻ പറഞ്ഞു. നയന നല്ല ബോൾഡായിട്ട് സംസാരിച്ച് നന്ദു നയനയുടെ കയ്യിലേക്ക് പിടിച്ചു. സി ഐക്ക് ഒരു സന്തോഷമൊക്കെ തോന്നി. ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം പൈസ വാങ്ങിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നേ. ഡേവിഡിനോടും നാഗേന്ദ്രനോടും ഒക്കെയുള്ള കടപ്പാടുകൾ, അതാണ് സി ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവില് നയനയും കൊണ്ട് കോടതിയിലേക്ക് പോയി. ഈ സമയത്ത് നാഗേന്ദ്രനെ കാണാനായിട്ട് അവന്തിക എന്നിട്ട് പറഞ്ഞു, അച്ഛാ അവിടെ എല്ലാവരും മരണം വീട്ടിലിരിക്കുന്ന പോലെ ഇരിക്കണം വീട്ടിലെല്ലാവരും. നാഗേന്ദ്രൻ പറഞ്ഞു, അതങ്ങനെ തന്നെ വേണം മോളെ, നമ്മൾ എത്ര പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു ദിവസമാണെന്ന് ചോദിച്ചു. അതെ, ഒരു കാരണവശാലും അവൾക്ക് ജാമ്യം കിട്ടരുത്, അവള് നേരെ റിമാൻഡിൽ ജയിലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അവന്തിക പറഞ്ഞു, അതിനുള്ള നല്ല വക്കീലിനെയൊക്കെ ഏർപ്പാടാക്കിയിട്ടില്ലേ, അതൊക്കെ ഡേവിഡ് നോക്കുന്നുണ്ട് മോളെ, ഡേവിഡ് നല്ല വക്കീലിനെയൊക്കെ ഏർപ്പാടാക്കിയുള്ളൂ, ഒരു കാരണവശാലും അവള് പുറത്തിറങ്ങാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സങ്കടം. എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? മുത്തശ്ശൻ പറഞ്ഞു, നയന മോളെ ജയിലിലേക്ക് എങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ വസുന്ധരെ ഇപ്പൊ കാണുന്ന ഈ മൂർത്തിനെ അല്ല പിന്നെ എല്ലാരും കാണാൻ പോകുന്നത്. ഇപ്പൊ ഒരു സസ്പെൻസ് ഒക്കെ ഇട്ട് ഞാനിങ്ങനെ നിൽക്കുമല്ലേ കളത്തരങ്ങളൊക്കെ പറഞ്ഞ്. പക്ഷെ ഈ സസ്പെൻസ് ഞാനങ്ങോട്ട് പൊളിക്കും, എന്നിട്ട് ഞാനൊന്ന് ഇറങ്ങിയിട്ടുണ്ടെ പിന്നെ അറിയാലോ, ഈ മൂർത്തിയുടെ മറ്റൊരു മുഖമായിരിക്കും ഇനി എല്ലാരും കാണാനായിട്ട് പോകുന്നത്. എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നതിന്റെ അപ്പുറമായി. പക്ഷെ നയന മോള് ജയിലിലേക്ക് വിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏതവനാണെങ്കിലും എത്ര വലിയ ശത്രു ആണെങ്കിലും ശരി, ഞാൻ അവനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരും, ഞാൻ അവനെ ചവിട്ടി ഇറക്കി, ഞാൻ ഇത്ര നാളത്തെ പോലെ അല്ലെന്ന് പറഞ്ഞു. മുത്തശ്ശി പോലും ഞെട്ടിപ്പോയി. മുത്തശ്ശന്റെ മുഖം അങ്ങനെയായിരുന്നു. മുത്തശ്ശൻ ഇതുവരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അത്രയ്ക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഉള്ളതുകൊണ്ടാണ്. കാരണം കള്ളക്കടത്ത് സ്വർണം വെച്ച് നയനയെ പിടികൂടി ആത്തിടുക എന്ന് പറഞ്ഞാൽ അത് ചേരുന്ന സ്വഭാവമല്ലോ. ശത്രുക്കളാണെങ്കിലും അങ്ങനെയാണെങ്കിലും നേർക്ക് നേർന്ന് പോരാടണം, അതാണ് മുത്തശ്ശന്റെ പോളിസി. അല്ലാതെ മറിഞ്ഞിരുന്ന് കുടുംബത്തിലുള്ളവരെ വെച്ച് കളിക്കുകയല്ല ചെയ്യേണ്ടത്. മുത്തശ്ശന് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ നയനയ്ക്ക് ഉറപ്പായിട്ട് ജാമ്യം കിട്ടും. നയനയെ കൊടുക്കാൻ നോക്കി സി ഐക്കിട്ടൊക്കെ നല്ല ഇടിവെട്ടി പണിയാണ് നവീൻ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.